നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച ചില നഷ്ടങ്ങളിൽ നിന്നും കരകയറി വരാനുള്ള ഒരു ശ്രമത്തിൽ ആയിരിക്കാമുള്ളത്. നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ മൊത്തത്തിൽ ഇരുട്ട് മൂടിയിരിക്കുകയാണ്. വളരെയധികം ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്ന വളരെയധികം നേട്ടങ്ങൾ കൊണ്ട് നൽകുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജോലി, സാമ്പത്തികം, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം സങ്കടത്തിലൂടെ, നഷ്ടത്തിലൂടെ, വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു മോശം സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോചനം സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും അവസാനിച്ച് പുതിയൊരു വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ പോവുകയാണ്. വിജയത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ വലിയൊരു വാതിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് നൽകുകയാണ്. ചില ദുഃഖങ്ങൾ അവസാനിച്ച് അവിടെ മറ്റു ചില സന്തോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ വളരെയധികം പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടെയൊക്കെ നിങ്ങൾ ഇരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ കൊണ്ട് നൽകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് സാമ്പത്തിക ഉയർച്ച വന്ന് ചേരുന്നതിനുള്ള, ജോലി ലഭിക്കുന്നതിനുള്ള, കൂടാതെ കുടുംബജീവിതം, റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനുള്ള പുതിയ ചില അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരം അവസരങ്ങൾ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങൾ കൊണ്ട് നൽകാനുമൊക്കെ സഹായകമാവുന്നതാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള, ദൃഢനിശ്ചയമുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു ശക്തിയെ വില കുറച്ച് കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ വളരെ ശക്തരാണെന്ന്, ഏതൊരു സാഹചര്യത്തെയും ഏതൊരു വെല്ലുവിളിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഏതൊരു മോശം സാഹചര്യത്തെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പക്വത നിറഞ്ഞ ആളുകളാണ് നിങ്ങൾ. കൂടാതെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് മുന്നിലേക്ക് എത്ര വെല്ലുവിളികൾ വന്നു ചേർന്നാലും അവിടെ ശാന്തമായിട്ട് പ്രവർത്തിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നവരാണ്. വെല്ലുവിളികൾ നിറഞ്ഞ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സങ്കടം, ഭയം, ആശങ്ക ഇവയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ എല്ലാത്തിനെയും നിയന്ത്രിച്ച് ശാന്തമായിട്ട് നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്തരം മനോഭാവം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും അത്ഭുതമുണ്ടാക്കാറുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോഴുള്ളത് എന്ന് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാണുന്നത്.
വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ സുഹൃത്ത്, അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ആയാലും നിങ്ങളുടെ ജീവിതത്തെ ആയാലും വളരെയധികം സ്വാധീനിച്ച ഏതോ ഒരു വ്യക്തി ചില കാരണങ്ങളുടെ പേരിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിച്ച് നിൽക്കുകയാവാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു രീതിയിലുമുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ലായിരിക്കാം. അപ്പോൾ അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഒരുപക്ഷെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവരും ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് വീണ്ടും തുടർന്ന് പോവണമെന്ന്. എന്തായാലും ചില കാത്തിരിപ്പുകൾക്ക് അവസാനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പല കാരണങ്ങളുടെ പേരിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, തെറ്റിദ്ധരിക്കുന്ന, തള്ളിപ്പറയുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എത്ര മോശം രീതിയിലുള്ള കഥകൾ പ്രചരിപ്പിച്ചാലും അതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ധാരണ നിലനിർത്തുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.